എന്താണ് അഫർമേഷൻസ് അഥവാ ദൃഢപ്രതിജ്ഞാവാചകങ്ങൾ? പോസിറ്റീവായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന വാചകങ്ങൾ അഥവാ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് അഫർമേഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ മന്ത്രങ്ങളൊക്കെ ചൊല്ലാറില്ലേ? മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നത് ഒരു അഫർമേഷനാണ്. കാരണം റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ്, അതൊരു അഫർമേഷനാണ്. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന നെഗറ്റീവ് സെൻറ്റൻസും റിപ്പീറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ അതൊരു നെഗറ്റീവ് അഫർമേഷൻസ് ആണ്. നമ്മുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പോസിറ്റീവ് അഫർമേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചേഞ്ച് നമ്മുടെ ലൈഫിലുണ്ടാവും. അഫർമേഷൻസുകൾ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത്? ഇപ്പോൾ കോമൺ ആയിട്ടുള്ള അഫർമേഷൻസുകൾ നമുക്ക് പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? ഐ ആം റിച്ച്, ഐ ആം കോൺഫിഡൻറ്റ്, ഐ ആം ഹെൽത്തി, ഐ ആം മണി മാഗ്നറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു കോമൺ അഫർമേഷൻസ് ആണ്. അതുപോലെ നമ്മുടെ ഗോൾസുകൾ നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് തന്നെ നമ്മളുടെ അഫർമേഷൻസുകൾ ആ ഗോൾസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അത് എങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഞാൻ പറയുന്നത്. ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ അഫർമേഷൻസ് എൻഡ് റിസൾട്ടുള്ള ബേസ് ചെയ്തിട്ടായിരിക്കണം. എൻഡ് റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾക്കിപ്പോൾ ഒരു കാറ് മേടിക്കണം. അപ്പോൾ ഞാൻ എങ്ങനെ പറയാമെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഒരു കാറ് മേടിച്ചു എന്നുള്ളത് പറയണമെങ്കിൽ ഞാൻ ഒരു വോൾവോ XUV മേടിച്ചതിന് താങ്ക് യു എന്ന് പറഞ്ഞ് ഒരു അഫർമേഷൻ എനിക്ക് ക്രിയേറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ വോൾവോ XUV മേടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നന്ദി പറഞ്ഞിട്ട് ഞാനൊരു അഫർമേഷൻ ക്രിയേറ്റ് ചെയ്തു. അത് എൻഡ് റിസൾട്ടാണ്. മേടിക്കാൻ പോകുന്നു എന്നോ ഒന്നുമല്ല, ഓൾറെഡി മേടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അഫർമേഷൻ ഉണ്ടാക്കുന്നത്. അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന അഫർമേഷൻസ് എപ്പോഴും പ്രസൻറ്റ് ടെൻസിലായിരിക്കും ഉണ്ടാവേണ്ടത്. അതുപോലെ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സും ആയിരിക്കും ഉണ്ടാവേണ്ടത്. ഐ ആം ഹെൽത്തി പ്രസൻറ്റ് ടെൻസിലാണ് പറയുന്നത്. ഐ ആം വെൽത്തി പ്രസൻറ്റ് ടെൻസിലാണ്. ഇങ്ങനെ പ്രസൻറ്റ് ടെൻസിൽ ഉണ്ടാക്കണം നമ്മുടെ അഫർമേഷൻസ്. അതുപോലെ നമ്മുടെ ഈ അഫർമേഷൻസ് നമ്മൾ പറയുന്നത് ഒരു ഫീലിങ്സോടു കൂടി വേണം ഈ അഫർമേഷൻസ് നമ്മൾ പറയാൻ. ഒരു ഫീലിംഗ് മസാല ആഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു റെസിപ്പി ഉണ്ടെങ്കിൽ ആ റെസിപ്പിയിൽ ഒരു മസാല ആഡ് ചെയ്യുമ്പോഴാണല്ലോ ഒരു ടേസ്റ്റ്. അതുപോലെ നമ്മളുടെ അഫർമേഷൻസ് പറയുമ്പോഴും നമ്മൾ ഒരു ഫീലിങ്ങോട് കൂടെ വേണം പറയാൻ. അപ്പോൾ എങ്ങനത്തെ ഫീലിംഗ് ആണെന്ന് ചോദിക്കും. എല്ലാ അഫർമേഷൻസും ഡിഫറെൻറ്റ് ഫീലിംഗ് അല്ലേ ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ ഒരു കാറ് മേടിച്ചു. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്സും റിലേറ്റീവ്സിനോടൊക്കെ ഈ കാറ് മേടിച്ച എൻ്റെ സന്തോഷം ഞാൻ അവരോട് പറയുമ്പോൾ എനിക്കുണ്ടാവുന്ന ഫീലിങ്സിൽ വേണം ഈ അഫർമേഷൻസ് നമ്മൾ പറയാൻ. അപ്പോൾ ഫീലിങ്സ് എന്ത് ഫീലിങ്സ് ആണെന്ന് നമുക്കറിയാലോ. ആ സന്തോഷത്തോടെ ആയിരിക്കണം നമ്മുടെ ഈ അഫർമേഷൻസും നമ്മൾ പറയാൻ. ഈ എന്തിനാ അത്രയും സന്തോഷം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും സന്തോഷം കൂടുമ്പോൾ നമ്മളുടെ എനർജി ഇൻക്രീസ് ആവും. എനർജി ഇൻക്രീസ് ആകുമ്പോൾ എന്താ ഉണ്ടാവുക? എനർജി ഇൻക്രീസ് ആകുമ്പോൾ നമ്മുടെ ഫ്രീക്വൻസിയുടെ ലെവൽ കൂടും. ഫ്രീക്വൻസിയുടെ ലെവൽ കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മളുടെ ആഗ്രഹങ്ങളും ഈ ഫ്രീക്വൻസിയും കൂടെ മാച്ചായിട്ട് നമ്മളുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ആവുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അതിനാണ് ആ ഫീലിങ്സ് അവിടെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ആ ഇമോഷൻ അവിടെ ഉപയോഗിക്കണം. അതുപോലെ നമ്മളുടെ ഈ അഫർമേഷൻസ് വളരെ എനർജറ്റിക് ആയിട്ട് പറയാൻ എപ്പോഴും ശ്രമിക്കണം. ഇപ്പോൾ ഐ ആം ഹാപ്പി എന്നൊരു അഫർമേഷൻ നമ്മൾ പറയണം ഐ ആം ഹാപ്പി, ഐ ആം ഹാപ്പി, ഐ ആം ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫീലിൽ, അതേസമയം ഐ ആം ഹാപ്പി എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക ഫീലാണ്. എപ്പോഴും സന്തോഷത്തോടെ ആ എനർജറ്റിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അഫർമേഷൻസ് എല്ലാം വളരെയധികം നമ്മളുടെ സബ് കോൺഷ്യസിലേക്ക് ആ മെസ്സേജ് പാസ് ചെയ്ത് നമ്മളുടെ ഗോൾസുകളെല്ലാം നമുക്ക് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അഫർമേഷൻസ് നമ്മുടെ ലൈഫിൽ എല്ലാവരും 4 മേഖലകളിലും ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഒന്നാമത്തേത് ഹെൽത്ത് വൈസ്, വെൽത്ത് വൈസ്, കരിയർ വൈസ്, റിലേഷൻഷിപ്പ് വൈസ് 4 മേഖലകളിലും നമ്മളുടെ അഫർമേഷൻസ് നമ്മൾ ഉണ്ടാക്കണം. അതിനനുസരിച്ചിട്ട് നമ്മൾ അതിന് പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് മാനിഫെസ്റ്റ് ആവും. എന്താ ഈ 4 കാര്യങ്ങളും ബാലൻസ് ചെയ്ത് നിൽക്കണം എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗിത്താർ പോലെയാണ് നമ്മൾ. ഗിത്താറിൽ 4 സ്ട്രിങ്സ് ആണ്. ആ 4 സ്ട്രിങ്സ് ആണ് ഒന്ന് ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്, അതുപോലെ കരിയർ. അതിൽ ഒരു സ്ട്രിങ് പൊട്ടിയാലും ഈ 3 ബാധിക്കും. അപ്പോൾ ഈ 4 ഏരിയാസും നമ്മൾ കവർ ചെയ്തിട്ട് വേണം അഫർമേഷൻസ് ഉണ്ടാക്കാൻ. അഫർമേഷൻസ് ഉണ്ടാക്കുമ്പോൾ എൻഡ് റിസൾട്ട് ബേസ് ചെയ്യണം, പ്രസൻറ്റ് ടെൻസിലായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം, വളരെ ഇമോഷൻസോടുകൂടെ വളരെ ഫീലിങ്ങോടുകൂടെ അത് പറയാൻ ശ്രമിക്കണം, എനർജറ്റിക് ആയിട്ട് പറയാൻ ശ്രമിക്കണം. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ അഫർമേഷൻസ് സബ് കോൺഷ്യസിലെത്തി അത് മാനിഫെസ്റ്റ് ആകുക തന്നെ ചെയ്യും. താങ്ക് യു.